BJP രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപമായി. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം പൂർത്തിയായി. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 40 മുതൽ 50 വരെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കുമ്മനം രാജശേഖരൻ മത്സരരംഗത്തുണ്ടാകും. MD രമേശ് മത്സരിക്കുന്നതിൽ നിലവിൽ തീരുമാനമായില്ലെന്നാണ് സൂചന. ഡൽഹിയിൽ ഇന്ന് R അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, വിശദാംശങ്ങൾ. അമൽ, ഇന്നാണ് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം BJPയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് വച്ച് ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ യോഗത്തിന്റെ ഭാഗമായി. നിലവിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏതാണ്ട് ഒരു അന്തിമ രൂപമായി എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. 40 മുതൽ 50 സ്ഥാനാർത്ഥികൾ വരെ ആയിരിക്കും ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഉണ്ടാവുക. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 47 സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിച്ചത്. ഇനി ബാക്കിയുള്ള സീറ്റുകളിൽ ഏതാണ്ട് 40 മുതൽ 50 സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുമ്മനം രാജശേഖരൻ അദ്ദേഹം മത്സര രംഗത്തുണ്ടാകും എന്നതുകൂടി നമുക്ക് ഇതിന്റെ വിവരമായി തന്നെ പുറത്തു വരുന്നുണ്ട്. ആറന്മുളയിലായിരിക്കും അദ്ദേഹം സ്ഥാനാർത്ഥിയാവുക എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഈ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് വോട്ടർ പട്ടികയിലടക്കം പേരുകൾ ഉണ്ടോ എന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാവുക. അത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആ പട്ടിക പ്രഖ്യാപിക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ MD രമേശ് മത്സരിക്കുന്ന കാര്യത്തിൽ നിലവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചില ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ചർച്ചകൾ അത് പൂർത്തിയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ MD രമേശ് മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെത്തും. എന്തായാലും ചില അതൃപ്തികൾ BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും അല്ലാതെ തന്നെ സംസ്ഥാന BJPയിൽ ഉടലെടുത്തിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രണ്ടാം ഘട്ട പട്ടിക ഈ അതൃപ്തികൾക്കിടയിലാണ് BJP പ്രഖ്യാപിക്കാനായി ഒരുങ്ങുന്നത്. എന്തായാലും BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.